ഞങ്ങളുടെ കാലത്ത് ഞങ്ങളെ കോളേജുകളിൽ ആക്രമിക്കാൻ വേണ്ടി വന്നവർ അതിനുവേണ്ടി മാത്രം രാഷ്ട്രീയം കളിച്ചിരുന്നത്. കോളേജിലൊന്നും പോകില്ല. അതുകൊണ്ട് പലർക്കും അക്ഷാഭ്യാസമില്ലാത്ത വാക്കുകളൊക്കെ തെറ്റിപ്പോണത്. പലരും മന്ത്രിമാരായി. ആലോചിച്ച് നോക്കണം. കോളേജുകളിൽ പഠിച്ചിട്ടില്ല അവർക്കും ഡിഗ്രികൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങളെയൊക്കെ തല്ലാൻ വേണ്ടി KSU എന്ന് പറയുന്നത് തല്ലാൻ വേണ്ടി മാത്രം, KSUക്കാരെ തല്ലാൻ വേണ്ടി മാത്രം കോളേജിൽ പോയിരുന്ന പലരും 2 തലമുറ മാറിയപ്പോഴത്തേക്ക് അവർ വലിയ വലിയ മാന്യന്മാരായി. അവരൊപ്പം പഠിച്ചവർക്ക് അറിയാവോ അവരെത്ര വലിയ കുഴപ്പക്കാരായിരുന്നു എന്ന്, എത്ര ക്രിമിനൽ വാസന ഉണ്ടായിരുന്നവരാണെന്ന്. അവരൊക്കെ 2 തലമുറ കഴിയുമ്പോൾ മന്ത്രിയായിട്ട് നമ്മൾ ഉപദേശിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുകയാണ്. എനിക്ക് രാഷ്ട്രീയത്തിൽ തുടർന്ന് നിൽക്കാൻ താല്പര്യം തന്നെ ഇത്തരം വൃത്തികെട്ട ശക്തികൾക്കെതിരെ പറയാൻ വേണ്ടി മാത്രമാണ്. രാഷ്ട്രീയത്തിൽ നേട്ടം ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഒരു കാലത്ത് കേരളത്തിനെ നശിപ്പിച്ച് ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ അവർ മാന്യന്മാരുടെ വേഷം ചമഞ്ഞ് മനുഷ്യരെ ആക്രമിക്കുന്നു. അവർ തന്നെ പോലീസിൽ കൊടുക്കും. യൂണിവേഴ്സിറ്റി കോളേജിൽ റാങ്ക് ലിസ്റ്റും കള്ളപ്പരീക്ഷയൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് പിടിച്ച കേസ്, പിടിക്കാത്ത കേസ് എനിക്ക് ഒരുപാട് അറിയാം. യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ അറിയാം. ഒരു ക്ലാസ്സിൽ കയറാത്തവന് 1ാം റാങ്ക് കിട്ടിയ സാർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ച ഞങ്ങളുടെ സമയത്ത് പഠിച്ചവരുടെ ഇടയിൽ ചർച്ചാ വിഷയമാണ്. കോളേജിൽ വരാത്തവന് 1ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്, ഒരക്ഷരം പഠിക്കാത്തവന്. ഇതാണ്. അപ്പോൾ ഇത് വലിയ കഷ്ടമാണത്. ഇതിനകത്ത് രാഷ്ട്രീയം പറയുകയല്ല, രാഷ്ട്രീയം പറഞ്ഞു പോവുകയാണ്. ഇത് മനുഷ്യൻ്റെ ആരോഗ്യം രാഷ്ട്രീയമാണ്. ഞാൻ പഠിച്ചത് മെഡിക്കൽ സയൻസാണ്. ചെറിയ മുറിവൊക്കെ തുന്നലിടാനായിട്ട് വരുന്ന മനുഷ്യരുണ്ട്. നമ്മൾ തുന്നൽ ശരിയാക്കി വിടുക. അതിനകത്ത് CPM-കാരും ഉണ്ട്. ചെറിയ മുറിവുകൾക്ക് അവരുടെ വേദന കണ്ടു കഴിഞ്ഞാൽ ഇവർ വലിയ വിപ്ലവകാരിയാണെന്ന് തോന്നിപ്പോകും. ചെറിയ മുറിവിനേക്കാൾ നിലവിളിക്കും. അവരാണ് മനുഷ്യൻ്റെ കാല് വെട്ടുന്നത്, കൈ വെട്ടുന്നത്. SFI നേതാക്കന്മാർ പെൺകുട്ടികളെ കൊണ്ടുവരെ പറയിക്കും. പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ രംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയം മെച്ചപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പഞ്ചായത്തിലൊക്കെ വരുന്നപ്പോഴത്തേക്ക് അതിനകത്തൊക്കെ ഒരുപാട് ഭേദപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ആ പെൺകുട്ടികളെ കൊണ്ട് കൈയും കാലും തലയും വെട്ടിക്കുന്ന മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ്. ആർക്കെതിരെയാണ്? ഇതേതെങ്കിലും വിദേശ നാട്ടുകാരാണ്? ഇവിടെ നമ്മൾ രാജഭരണത്തിലാണ്, വിദേശികളാണ് നമ്മളെ ഭരിക്കുന്നത്. എല്ലാം പരസ്പരം അറിയുന്നവരല്ലേ. ഒരു വീട്ടിൽ തന്നെ 2 സഹോദരങ്ങൾ 2 പാർട്ടിയിൽ എത്രയോ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എതിർ പാർട്ടിക്കാരൻ്റെ കൈയും കാലും വെട്ടുന്ന സ്കൂൾ കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയും കൊണ്ട്, അത് പെൺകുട്ടികളെ പോലും കൊണ്ട് പറയിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടി രാജ്യത്തിന് അപകടമാണ്. മുഖ്യമന്ത്രി സംസാരിക്കണം. ഈ രാജ്യത്തെ എല്ലാ വിഷയത്തിലും അഭിപ്രായം പറഞ്ഞ മുൻ മന്ത്രിമാർ, ടീച്ചർമാർ പറയണം, നിങ്ങൾ ആരെയും ഇങ്ങനെ അടിക്കരുതെന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ധാർമ്മിക അവകാശം നിങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തെങ്കിലും ബോധമുള്ള സാംസ്കാരിക നായന്മാരുണ്ടെങ്കിൽ, മനുഷ്യരോട് അല്പമെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ, നട്ടലുള്ള സാംസ്കാരിക നായന്മാർ പറയണത് വൃത്തികേടായിപ്പോയെന്ന് പറയണം. ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക്. ധൈര്യമായിട്ട് ഇവിടെ പാവപ്പെട്ട മനുഷ്യർ, ചെറുപ്പക്കാർ, പോലീസിൻ്റെയും തല്ല്, DYFIയുടെയും തല്ല്, SFIയുടെയും തല്ല്, BJPയുടെയും തല്ല്. ഈ നാട്ടിൽ കോൺഗ്രസ് എന്ന് പറയുന്നവൻ ഭയങ്കര രാഷ്ട്രീയ ബോധമുള്ളവനാണ്. ഇന്ത്യ നിലനിർത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ തൽക്കാല ലാഭത്തിന് വേണ്ടിയിട്ട് അപ്പുറം ചാടി പോണവരൊക്കെ തൽക്കാല ലാഭക്കാരാണ്. അവർ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലാണ്. അവർ നല്ല ചരിത്രം പുനഃസൃഷ്ടിക്കാനായിട്ട് കോൺഗ്രസ് പ്രവർത്തിക്കാനേ കഴിയും. കാരണം അവന് ജനാധിപത്യം വേണം, അവന് ഒരു ആനുകൂല്യം വേണ്ട. എന്തെങ്കിലും കിട്ടാനായിട്ട്, പോക്കറ്റ് നിറയ്ക്കാനായിട്ട്, ചെറിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട്, മുട്ടായികൾക്ക് വേണ്ടിയിട്ട് പാർട്ടികൾ മാറുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പദവികൾ കിട്ടുമായിരിക്കും. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് അവർ വലിച്ചെറിയപ്പെടും. ധൈര്യമായിട്ട് പറയാൻ കഴിയണം. ഒരു ചെറുപ്പക്കാരനെ ചവിട്ടി കൂട്ടിയാൽ, ഒരു ചെറുപ്പക്കാരനെ ഇടിക്കുകയാണ്, മത്സരിച്ചിടിക്കുകയാണ്. ആ ക്രിമിനലുകളെ സർവീസിൽ നിന്ന് കളയണമെന്ന് പറയാൻ കേരളത്തിൽ CPM-കാരുണ്ടാകണം. അവരെ ജയിലിലാക്കണമെന്ന് പറയാൻ CPM-കാരുണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിയുടെ പുറകെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നത് തട്ടിപ്പാണ്, വൻ തട്ടിപ്പാണ്. ഇതൊരു SFIക്കാരനോ DYFIക്കാരനെതിരെയോ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ചെയ്താൽ ഇതേ വരികൾ തന്നെ ഞാൻ പറയും. ഒരു പോലീസുകാരനും ഒരാളെ ആക്രമിക്കാൻ അധികാരമില്ല, ഒരു വ്യക്തിക്കും ആക്രമിക്കാൻ അധികാരമില്ല. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. 9 വർഷത്തിലധികമായിട്ട് ഭരണം നടക്കുകയാണ്. ആ ഭരണത്തിൻ്റെ ധിക്കാരം എല്ലാ മേഖലകളിലുമുണ്ട്. അഹങ്കാരം മാത്രമാണ്. അത് SFIക്കാരായാലും DYFIക്കാരായാലും CPM-കാരായാലും NGO യൂണിയൻകാരായാലും അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ആര് ഉപദ്രവിക്കാൻ നോക്കണം ഈ ഭരണം വെച്ചിട്ട്. എന്നിട്ട് സാഹോദര്യത്തെപ്പറ്റി, മനുഷ്യസ്നേഹത്തെപ്പറ്റി ചുമ്മാ പറഞ്ഞ് നടക്കുകയാണ്. സാഹോദര്യത്തെപ്പറ്റി നിങ്ങൾ പറയരുത്, മനുഷ്യസ്നേഹത്തെപ്പറ്റി പറയരുത്. ഈ സുജിത്തിൻ്റെ ദേഹത്ത് കൊണ്ട് ഇടി അത് തെറ്റായിപ്പോയിരുന്നു എന്ന്. സംവിധാനങ്ങൾ അങ്ങനെ ഒരു മനുഷ്യനെ ആക്രമിക്കുകയാണെങ്കിൽ, സർക്കാർ സംവിധാനങ്ങൾ ആക്രമിക്കുക, അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം വേണം. അത് നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റാണ്, എന്ത് CPM ആണ്? ആ പാർട്ടിയിൽ ഇപ്പോഴും കുറച്ച് നല്ല മനുഷ്യർ അവശേഷിക്കുന്നുണ്ട്, ചെറുപ്പക്കാരെ അവശേഷിക്കുന്നുണ്ട്. ഗതികേട് കൊണ്ടോ സൗഹൃദത്തിൻ്റെ പേരിൽ ഈ പാർട്ടികളിൽ പോയി പെട്ടവരോട് അത് നിങ്ങളവിടെ തുടരുന്നതിൽ നിങ്ങളുടെ തീരുമാനം. പക്ഷെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ചങ്കുറപ്പോടെ പറയാൻ കഴിയുന്നത് തെറ്റാണെന്ന്. ഒരു യുദ്ധത്തിലല്ല അവരാരെ ആക്രമിച്ചത്,
ഒരു ആക്രമണത്തിനിടയിൽ തിരിച്ചാക്രമിക്കുക, വെറുതെ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ. ഇത് തന്നെയാണ് അവർ ഇടി കണ്ടാലറിയാം അവർ SFIയുടെ ട്രെയിനിങ് ആണ്, DFIയുടെ ട്രെയിനിങ് ആണ്. വെറുതെ ഇരിക്കുന്ന മനുഷ്യൻ. ഞങ്ങൾ അനുഭവിച്ചവരാണ്, ഞങ്ങൾ ആക്രമിച്ച പലരും മന്ത്രിമാരാണ്. അതുകൊണ്ടാണ് ഇത്ര വികാരത്തോടെ പറയുന്നത്. കേരളത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യം തിരിച്ചു വരണം. ഈ തെറ്റായ ശക്തികൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. കോൺഗ്രസ്സുകാർ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. CPMൻ്റെയും BJPയുടെയും, അവർ രണ്ടുപേരും ഒരു മുന്നണിയാണ്, CPM BJPയും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അവരെയൊക്കെ നേരിടാൻ ധൈര്യത്തോടെ എല്ലാ പ്രദേശത്തും കോൺഗ്രസ് വരികയാണ്. അത് വരണം. കോൺഗ്രസ് ഏതെങ്കിലും ഭരണം കിട്ടുക എന്നുള്ളതിൻ്റെ, ഇവിടെ ജനാധിപത്യം നിലനിൽക്കണം. ഇവിടെ ഗവൺമെൻറ്റുകൾക്ക് സ്തുതിപാഠകരായിട്ടല്ല മറ്റുള്ള മനുഷ്യർ നിൽക്കേണ്ടത്. അവർ കൂടെ നിൽക്കുന്നവർ ഇഷ്ടപ്പെടാതെയോ ഗതികേട് കൊണ്ടോ സ്തുതിപാഠകരായിക്കോട്ടെ. പക്ഷേ എതിർ ശബ്ദങ്ങൾ വേണം. ജനാധിപത്യത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത് എതിർ ശബ്ദമാണ്. എതിർ ശബ്ദം അത് ബഹുമാനിക്കപ്പെടുമ്പോഴാണ്. ഇത് എതിർ ശബ്ദം പാടില്ല. അവനെതിരെ പാർട്ടിയിൽ അവർ വിശ്വസിക്കുന്ന അവർ എതിർ പാർട്ടിയാണ്. തമിഴ്നാട്ടിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും CPM നിൽക്കണമെങ്കിൽ കോൺഗ്രസ് കൈ കൊടുക്കണം. ആ പാർട്ടിയിൽ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇടിച്ച് നശിപ്പിച്ചതിൻ്റെ വീഡിയോ അതെനിക്ക് മുഴുവൻ കാണാൻ കഴിഞ്ഞില്ല. ഏതാനും സെക്കൻഡ് കണ്ടപ്പോൾ പിന്നെ നോക്കാൻ കഴിയുന്നില്ല. എനിക്ക് എൻ്റെ ദേഹത്ത് കൊള്ളുന്നതിനേക്കാൾ എൻ്റെ ഒരു കുട്ടിയുടെ ദേഹത്ത് ഇടി കൊള്ളുന്ന പോലെയാണ് തോന്നിയത്. ഞാനതുകൊണ്ടാണ് അവിടെ പോയത്. എനിക്ക് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനവിടെ പോയത് അതൊരു മെസ്സേജ് കൂടിയാണ്. ഒരു ചെറുപ്പക്കാരനെ പോലീസുകാരും CPMകാരും ഇടിച്ച് ചുരുട്ടിക്കൂട്ടിയാലെ ചോദിക്കാൻ ഈ നാട്ടിൽ കോൺഗ്രസ്സുകാരുടെ ജനങ്ങളുണ്ട്. അതിന് എൻ്റെ ആയുധമൊന്നും വേണ്ട. നമുക്ക് വരികളുണ്ട്, വാക്കുകളുണ്ട്, നാക്കുണ്ട്. ഈ അധമ പ്രവൃത്തിയെ നമ്മൾ ഇത് അവസാനിക്കുന്നവരെ, ഞാനൊക്കെ ജീവിച്ചിരിക്കുകയാണ്, ജീവിത അവസാനം വരെ ഞാൻ തുടരും. ഇത് അത്ര ഒരു കാരണമായി എനിക്ക് കിട്ടിയിരിക്കുകയാണ്. കേരളത്തിൽ ഒരു പോലീസുകാരനും ഒരാളുടെയും ദേഹത്ത് തൊടാത്ത കാലം വരെ ഈ സമരം തുടരണം. കോൺഗ്രസ് പാർട്ടി അതിന് തയ്യാറാണ്. ഞങ്ങളെപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യർ അത് കോൺഗ്രസ് പാർട്ടിക്ക് അക്കാര്യത്തിൽ ഊർജ്ജം കൊടുക്കുകയാണ്. ഇത് ഭാവിയിൽ CPMകാർക്ക് നല്ലതാണ്. കാരണം നിങ്ങളൊക്കെ പ്രതിപക്ഷത്ത് വരും. അന്നും പോലീസ് നിങ്ങൾ ഇടിച്ചുകൂടാ. നിങ്ങൾ ഇടിച്ചാൽ തെറ്റാണ്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാം. ഒരാളെ ആക്രമിക്കാൻ പാടില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഭരണഘടന അവകാശമാണ് ജനാധിപത്യ പാർട്ടികൾ പ്രവർത്തിക്കാനായിട്ട്. ഒരാൾ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് അവർ ഇടിച്ച് ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ നിന്നല്ല, മൃഗങ്ങൾക്ക് പോലും പറ്റാത്ത രീതിയിൽ, മൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ആക്രമിക്കുകയുള്ളൂ. ഒരു കാരണവുമില്ലാതെ ക്രിമിനലുകളാണ്, ദുഷ്ടശക്തികളാണ്. ഇവർ ജയിലിൽ പോകുന്നതുവരെ, ഇവരുടെ ജോലി ഇല്ലാതാകുന്നതുവരെ അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടതാണ്. അവരുടെ കുടുംബങ്ങളെപ്പറ്റി എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതിന് വേറെ സർക്കാർ സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ കുടുംബങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ല. പക്ഷേ ഈ ക്രിമിനലുകൾ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. എന്നോട് ചില വ്യാജ പ്രൊഫൈലിലേക്ക് വന്ന് CPMകാർ നമുക്ക് കാണുമ്പോൾ പറയാം, നാഥനില്ലാത്ത സ്ഥലമാണ്, അവിടെ വന്നിട്ട് ഞാൻ എവിടെ പോയി 2 കൊല്ലം. തെറ്റാണ്. ഞാൻ ഈ സംഭവം അറിയാതെ, ഇതിൻ്റെ ഗൗരവം അറിയാതെ പോയി എനിക്ക് ക്ഷമ ചോദിച്ചു. ഞാൻ ഇന്നലെ സുജിത്തോടും ചോദിച്ചു. CPMകാരും ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ ഇടപെടേണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് കുറച്ചുകൂടി ശക്തമായി ഇടപെടേണ്ടായിരുന്നുള്ള അഭിപ്രായം എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ട്. അത് ഓർമ്മപ്പെടുത്തുന്നതിന് CPMകാർക്ക് നല്ലത്. ഞങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയുകയാണ് ഇടപെടാനായിട്ട്. അദ്ദേഹം ഇടപെട്ടിട്ടില്ലെങ്കിൽ ഈ CPMകാർ ഞങ്ങളോട് ചേരണം. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും കൊടിയ അനീതിക്കെതിരെ, അഴിമതിയും വൃത്തികേടുകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യർ ചേർന്ന്, മനുഷ്യരെന്ന് പറഞ്ഞുകൂടെ ഈ പോലീസുകാരെ, അവരാക്രമിക്കുമ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രി ശബ്ദമുയർത്തിയില്ലെങ്കിൽ കേരളത്തിലെ CPMകാർ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ ആ പാർട്ടിയിൽ നിങ്ങൾ അന്തസ്സോടെ നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അത് നിൽക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയോട് ഉത്തരം പറയിക്കണം. കേരള സർക്കാരിനോട് ഉത്തരം പറയിക്കണം. എല്ലാ രാഷ്ട്രീയക്കാരോടും, എല്ലാ ടീച്ചർമാരോടും, എല്ലാ മന്ത്രിമാരോടും, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയോടും, പിന്നെ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിയാൻ വയ്യാത്ത സാംസ്കാരിക നായകർ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ, ഓർമ്മ വരികയാണെങ്കിൽ, ബോധം തിരിച്ചു കിട്ടുകയാണെങ്കിൽ അവരും പ്രതികരിക്കണം.